നിന്നെ ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലാഭം നീയും ഉണ്ടാക്കിയിട്ടുണ്ട്. നിന്റെ വിലയാണ് ഞാൻ ഓരോ സമ്മാനങ്ങളായിട്ട് വാങ്ങി തന്നത്. അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മുതലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതി ഇവിടെ കയറി താമസിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നടക്കില്ല മോളെ. നിന്നെ കൊന്നിട്ടായാലും എന്റെ ലൈഫിൽ നിന്നും നിന്നെ ഞാൻ ഒഴിവാക്കിയിരിക്കും. എന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ആദ്യം എന്നെ കൊല്ലണം. അല്ലാതെ ഞാൻ രാഹുലേട്ടനെ വിട്ടു പോവില്ല. പോകാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് നിങ്ങൾ അത്രയ്ക്ക് ഇഷ്ടം. ആർക്ക് വേണം നിന്റെ ഇഷ്ടം? അഥവാ നിനക്കെന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ നിന്നിറങ്ങി പോവുകയാണ് ചെയ്യേണ്ടത്. എന്താ എന്താ മോനെ, എന്താ പ്രശ്നം? ഒന്നുമില്ല, ഇവളെ ഞാൻ ഭാര്യയായിട്ട് സ്നേഹിക്കണോന്ന്. ആഹാ, കൊള്ളാമല്ലേ അവള്. നിന്നെ ഇവിടുത്തെ മഹാറാണിയാക്കാം. എന്താ മതിയോ? അമ്മേ, ഞാൻ ആരടി നിന്റെ അമ്മ? മേലാൽ എന്നെ അങ്ങനെ വിളിക്കരുത്. വഴിയിൽ കൂടി തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവൾക്ക് അന്തപുരത്തിൽ കയറി പാർക്കണം അല്ലേ? നടക്കില്ല മോളെ. എന്റെ മോന്റെ ജീവിതം നശിപ്പിക്കാൻ വന്ന നിനക്ക് ഈ വീട്ടിലെ വേലക്കാരുടെ സ്ഥാനം പോലും നിനക്ക് തരില്ല. അമ്മ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. എല്ലാം മതിയാക്കി നീ തന്നെയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയ കഴിഞ്ഞു കൂടാനുള്ള എന്തെങ്കിലും ഞങ്ങൾ തരും. അതല്ല ഉപദ്രവിക്കാനാണ് ഭാവമെങ്കിൽ വിവരം അറിയും. എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ രാഹുലേട്ടന് സാധിക്കുന്നുണ്ടല്ലോ. ഇല്ലടി, നിന്നോടെ അവന് പ്രേമോ? എന്താ അത് കേട്ടാ മതിയോ? സത്യത്തിൽ നീ എന്താണെന്ന് നിനക്കറിയില്ലേ? അതോ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുവാണോ? എന്റെ മകന്റെ ഭാര്യ ആവാനുള്ള എന്ത് യോഗ്യത നിനക്കുള്ളത്? എന്റെ ജീവനേക്കാൾ ഞാൻ രാഹുലേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. അതാ എന്റെ യോഗ്യത. ആർക്ക് വേണം നിന്റെ സ്നേഹം? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശപിക്കപ്പെട്ട ദിവസത്തിലാ ഞാൻ നിന്നെ കണ്ടത്. നിന്നെ ഇത്രത്തോളം വെറുക്കുന്ന ഒരു പുരുഷന്റെ പിന്നാലെ നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ഇറങ്ങി പൊയ്ക്കൂടെ? എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്തിനാ രാജി കരയുന്നത്? ആർക്കറിയാം? കണ്ണീരാണല്ലോ ഇവറ്റകളുടെ ആയുധം. എന്തിനാ കരയുന്നത്? എനിക്ക് മഹിയേട്ടന് വേറെ പണിയൊന്നുമില്ല. ഇവള് വെറുതെ അഭിനയിക്കുന്നത്. രാഹുലെ, നീ സ്നേഹിച്ച പെൺകുട്ടിയല്ലേ ഇത്? ഞാൻ ഇവളെ സ്നേഹിച്ചിട്ടില്ല. ഇവള് മനഃപൂർവ്വം എന്നെ ട്രാപ്പിലാക്കിയതാണ്. അത് തിരിച്ചറിഞ്ഞപ്പോ ഞാൻ ഇവളിൽ നിന്നും അകന്നു. ദൈവം പോലും പൊറുക്കാത്ത കള്ളം പറയരുത് രാഹുലേട്ടാ. ആരാടി കള്ളം പറയുന്നത്? എന്റെ മോനോ? നീയാ കള്ളി, പേരും കള്ളി. എന്തൊക്കെ പറഞ്ഞാലും രാജി ഇപ്പോ രാഹുലിന്റെ ഭാര്യ, ഈ കൈലാസത്തിലെ ഒരു അംഗം. ഇനിയിപ്പോ പരസ്പരം പോരടിക്കാതെ സന്തോഷത്തോടെ ജീവിക്കല്ലേ വേണ്ടത്. എന്റെ ഭാര്യയായിട്ട് ഇവളെ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കില്ല മഹിയേട്ടാ. അതെ, ഉടനെ ഒന്നും ഈ വിവാഹത്തോട് പൊരുത്തപ്പെടാൻ എനിക്ക് സാധിക്കില്ല. അതിനുവേണ്ടി ആരും ശ്രമിക്കുകയും വേണ്ട. നീ വാ മോനെ. കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരുടെ മനസ്സിൽ ദേഷ്യം മാറാൻ സമയമെടുക്കും. അതുവരെ ക്ഷമിക്കും. എന്റെ കാര്യമല്ല സർ എന്നെ വേദനിപ്പിക്കുന്ന, ഗംഗേച്ചിയുടെ കാര്യം. ഞാൻ കാരണം സാറും ഗംഗേച്ചിയും തമ്മിൽ അകലാൻ പാടില്ല. ഗംഗേച്ചി ഒരു പാവ. ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. സാറ് ഗംഗേച്ചി വെറുക്കരുത്. തൽക്കാലം ഭാരിച്ച കാര്യങ്ങളൊന്നും രാജി നോക്കണ്ട. എല്ലാവരെയും എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ മേലിൽ ഗംഗയുടെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്. ഞാൻ കാരണം പാവം ഗംഗേച്ചിക്ക് വേദനിക്കേണ്ടി വന്നല്ലോ ഭഗവാന്.
ഗംഗേച്ചി. രാജയോ? ചേച്ചി, എന്താ രാജി? ചേച്ചി എന്നോട് ക്ഷമിക്കണം. എന്താ രാജി പറയുന്നത്? അതിന് രാജ എന്ത് തെറ്റാ എന്നോട് ചെയ്തേ? ഞാൻ കാരണം ചേച്ചിക്ക് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നില്ലേ? എല്ലാരും ചേച്ചിയെ കുറ്റപ്പെടുത്തുന്നത് കണ്ടില്ലേ? അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് രാജി. നമ്മൾ ചെയ്യാത്ത തെറ്റുകൾക്ക് പലപ്പോഴും പഴി കേൾക്കേണ്ടി വരും. അതൊന്നും കാര്യമാക്കേണ്ടതില്ല. എനിക്കിതൊക്കെ ശീലം. പിന്നെ മഹിയേട്ടനെ തെറ്റിദ്ധരിച്ചതില് കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല, അതൊക്കെ ശരിയാവും. അങ്ങനെ വേണം നമ്മൾ എല്ലാ കാര്യങ്ങളെയും സമീപിക്കേണ്ടത്. എന്നാലും ചേച്ചി എന്നെ സഹായിക്കാനല്ലേ ശ്രമിച്ചത്? അതൊന്നും ഇവിടെയുള്ള ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ നമ്മളോട് പെരുമാറണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല രാജി. ആരും നമ്മളോട് അങ്ങനെ പെരുമാറുകയില്ല. ഞാൻ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ ഒരു ദിവസം കൊണ്ട് എന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു. രാഹുലേട്ടൻ എന്നെ ചതിക്കുമെന്ന് അവസാന നിമിഷം വരെ ഞാൻ കരുതിയതേയില്ല. അമ്മയും ഗംഗേച്ചൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ സമയം ഞാൻ ജീവനോട് പോലെ ഈ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നില്ല. അങ്ങനെയൊന്നും പറയാതെ രാജി. ഇന്ന് നിന്റെ വിവാഹം കഴിഞ്ഞ ദിവസമാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് വേണം നീ ചിന്തിക്കാൻ. അതും നല്ലത് മാത്രം ചിന്തിക്കണം. നല്ലതേ സംഭവിക്കൂ എന്ന് വിശ്വസിക്കണം. എനിക്ക് ഗംഗേച്ചിയുടെ കാര്യം ഓർക്കുമ്പോ സങ്കടവും കുറ്റബോധവും ഒക്കെ തോന്നുക. ഞാൻ അറിയാതെ ആണെങ്കിലും ഗംഗേച്ചിക്ക് ഞാനൊരു ഭാരമായി മാറിയില്ലേ? എന്നോട് ചേച്ചി ക്ഷമിക്കണം. നീ അങ്ങനൊന്നും ചിന്തിക്കില്ല രാജി. എനിക്കൊരു അനിയത്തി ഉണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി ഞാനിതൊക്കെ ചെയ്യില്ലേ? അങ്ങനെ കരുതിയാൽ മതി. എന്റെ ജീവിതത്തില് ഞാൻ ഹാപ്പിയാ. എന്നെ സ്വന്തം അമ്മയായി കരുതി ജീവന് തുല്യം സ്നേഹിക്കുന്ന എന്റെ മാളുവാ എനിക്ക് ജീവിക്കാനുള്ള പ്രചോദനം. അത് മാത്രം മതി. നീ വെറുതെ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഈ പാല് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നീ രാഹുലേട്ടന് കൊണ്ടേ കൊടുക്ക. എല്ലാം ശരിയാവും. എന്റെ പ്രാർത്ഥനയുണ്ട്. ഭഗവാൻ എന്നെ കാത്തോളൂ. ചെല്ലേ. രാഹുലേട്ടാ, നിനക്ക് എന്താണ് വേണ്ടത്? രാഹുലേട്ടന് എന്നോട് ദേഷ്യാണോ? അല്ല, എന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് വന്ന നിന്നെ ഞാൻ സ്നേഹിക്കുന്നു കരുതിയോ? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മൾ എത്രമാത്രം സ്നേഹിച്ചതാ. ഒരുമിച്ചൊരു ജീവിതം ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? ആരാഗ്രഹിച്ചു? ഞാൻ എന്താണ് ആഗ്രഹിച്ചത് നീയാണോ തീരുമാനിക്കുന്നത്? രാഹുലേട്ടനല്ലേ എന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്? പലതവണ ഒഴിഞ്ഞു മാറിയതല്ലേ ഞാൻ? അപ്പോ ഞാനില്ലെങ്കിൽ മരിക്കുമെന്ന് പോലും പറഞ്ഞല്ലേ? എന്നിട്ടിപ്പോ നിനക്കെന്താടി വട്ടാണോ? നീ എന്താ കരുതിയത്? ഞാൻ നിന്റെ പുറകെ നടന്ന് കല്യാണം കഴിച്ച് കെട്ടിലമാക്കാനാണെന്ന് വിചാരിച്ചോ? അതിനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? രാഹുലേട്ടാ, ഈ കൈലാസം വീടിന്റെ അവകാശിയാണ് ഞാൻ. ഇവിടത്തെ അടുക്കളക്കാരിയാകാനുള്ള യോഗ്യത ഇല്ലാത്ത നിനക്ക് എന്റെ ഭാര്യയായിട്ട് സൂഹിക്കണോ അല്ലേ? അതൊരിക്കലും നടക്കില്ല. അതിനു വേണ്ടിയാണ് നീ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ രാഹുലേട്ടാ. ഇതൊന്നും സഹിക്കാനുള്ള മനഃശക്തി എനിക്കില്ല. നീ ഇനി പലതും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. എന്റെ ജീവിതം തകർത്ത് എന്നെ നാട്ടുകാരുടെ മുന്നിൽ നാണം കിടത്തിയ നീ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ വീട്ടിലോ എന്റെ മനസ്സിലോ നിനക്കൊരു സ്ഥാനവും ഉണ്ടാവില്ല. നിർത്തടി.
നിന്റെ പൂങ്കണ്ണീര് എന്റെ മുന്നിൽ ഇറക്കരുത്. കല്യാണത്തിന് മുമ്പ് 2 പഞ്ചാര വാക്ക് പറഞ്ഞപ്പോ എനിക്കൊപ്പം കിടക്ക പങ്കിട്ടവളാ നീ. നീ ആരുടെയൊക്കെ കൂടെ പോയിട്ടുണ്ടെന്ന് ആർക്കറിയാം? നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രണയമൊന്നും അല്ലല്ലോ ഞാൻ. അയ്യോ, ഇങ്ങനൊന്നും പറയരുത്. എന്റെ ജീവിതത്തിലും മനസ്സിലും രാവിലെ മാത്രമേ ഉള്ളൂ. നിർത്തടി. നീ എന്താണ് കഴിഞ്ഞത്? പോലീസിനെ കൊണ്ടുവന്ന് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച പിറ്റേ ദിവസം മുതൽ ഇവിടെ കയറി സൂഹിക്കാമോ? നടക്കില്ല. നീ എത്ര കരഞ്ഞു കാണിച്ചാലും ഒരു പ്രയോജനവുമില്ല. എനിക്ക് നിന്നെ വെറുപ്പാ, അറപ്പാണ്. മേലാല് എന്റെ കൺമുന്നിൽ വന്നു പോരുത്. പ്ലീസ് രാഹുലേട്ട, എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. രാഹുലേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് എനിക്ക് ഏട്ടനെ ഇഷ്ടം. ആർക്ക് വേണോടി നിന്റെ ഇഷ്ടം? നിന്നിൽ നിന്ന് എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നീ എനിക്ക് വെറും വേസ്റ്റാ. വെറും വേസ്റ്റ്. വേസ്റ്റിന്റെ സ്ഥാനം കുപ്പത്തൊട്ടിയില്ല, അല്ലാതെ ബെഡ്റൂമിലല്ല. ഇവിടെ നിന്ന് മോങ്ങാതെ ഇറങ്ങി പോടി. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഇറങ്ങി പോകാനല്ല നിന്നോട് പറഞ്ഞത്. നിന്നെ കാണുമ്പോ എനിക്ക് കൊല്ലാനാ തോന്നുന്നത്. ഇറങ്ങി പോടി. രാജി, എന്താ? എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? കരയില്ലേ? എനിക്കിത് സഹിക്കാൻ വയ്യേച്ചി. നെഞ്ച് പൊട്ടിപ്പോണു. അയ്യോ, കരയാതെ ധൈര്യമായിട്ടിരിക്കെ. എല്ലാം പതിയെ ശരിയാവും. ഇല്ലേച്ചി, രാഹുലേട്ടൻ എന്നെ കാണുന്ന തന്നെ വെറുപ്പ്. അറുപ്പോടെ എന്നോട് സംസാരിക്കുന്നേ. ഇതിങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ മോളെ? അതെ, പക്ഷെ രാഹുലേട്ടൻ എന്നെ വെറുക്കുന്നത് എനിക്ക് സഹിക്കില്ല. ഈ ലോകത്ത് മറ്റാരെക്കാളും എന്നെ സ്നേഹിച്ചത് എന്റെ രാഹുലേട്ടന. ആ സ്നേഹം വിശ്വസിച്ച ഞാനെല്ലാം ഉപേക്ഷിച്ച് ഇവിടേക്ക് വന്നത് തന്നെ. കുറെയൊക്കെ നിനക്ക് തെറ്റിയതാ മോളെ. ആണുങ്ങൾ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി പലതും പറയും. അതെല്ലാം സത്യമാവണമെന്നില്ല. ഒരുപക്ഷെ നീ കരുതുന്ന സ്നേഹം രാഹുലേട്ടന് നിന്നോടുണ്ടാവണമെന്നില്ല. നീ കരയാതെ. ഈ കണ്ണീര് ഒന്നിനും പരിഹാരമല്ല. നീ തളർന്നാൽ നിന്നെ ചവിട്ടി തേക്കാനേ എല്ലാവരും ശ്രമിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കെ. നീ തനിച്ചല്ല, ഞാനുണ്ട് നിന്റെ കൂടെ. ഓഹോ, അപ്പോ നീയാണല്ലേ എല്ലാത്തിന്റെ പിന്നില്? ഇവളെ എരിവ് കയറ്റി എന്റെ ജീവിതം നശിപ്പിച്ചത് നീയല്ലേ? സൂക്ഷിച്ച് സംസാരിക്കണം രാഹുലേട്ടാ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്റെ കുടുംബത്തെ എന്നെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയതിന് ഗംഗേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെയും എന്റെ അമ്മയുടെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളോ ഇന്ന് നീ തകർത്തത്. അതിന് ഞാൻ എണ്ണി എണ്ണി പകരം ചോദിച്ചിരിക്കും. രാഹുലേട്ടൻ എന്തിനാ ഗംഗേച്ചി കുറ്റം പറയുന്നേ? ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നതിന് കാരണം തന്നെ ഗംഗേച്ചിയാ. അതിന് തന്നെയാ എനിക്ക് ഗംഗയോട് ദേഷ്യം.
നീ ചത്തിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സങ്കടം ഉണ്ടാവില്ലായിരുന്നു. സ്വർഗം പോലത്തെ ഒരു ജീവിതം ഇവള് കാരണം എനിക്ക് നഷ്ടമായത്. അതിനെല്ലാം കാരണം നീയും. നിങ്ങൾ ചതിച്ച പെണ്ണിനെ മരണത്തിന് വിട്ടുകൊടുക്കാത്തതാണ് എന്റെ തെറ്റെങ്കില് അത് ഞാൻ ചെയ്തു തന്നെയാ. നിങ്ങളെയാണല്ലോ രാഹുലേട്ടാ ഞാൻ എന്റെ പ്രാണനേക്കാൾ സ്നേഹിച്ചത്. അതേടി, ഞാൻ ദുഷ്ടനാ, വൃത്തികെട്ടവനാ. അതേ വൃത്തികെട്ടവനാ പറയുന്നത് നിങ്ങൾ രണ്ടിനോടും. ഞാൻ കണക്ക് തീർത്തിരിക്കും. അതിനാ ഞാൻ ജീവിക്കുന്നത് തന്നെ. രാജി, കരയാതെ. ഈ കണ്ണീരല്ല, മനോധൈര്യ വേണ്ടത്. നിന്നെ ചതിച്ചവർക്ക് മുന്നിൽ തളർന്നു നിൽക്കാതെ നീ ധൈര്യമായിട്ടിരിക്കണം. ഒരിക്കൽ രാഹുലേട്ടൻ നിന്നെ മനസ്സിലാക്കും. അന്ന് ചെയ്തു പോയത് ഓരോന്നും ഓർത്ത് നിന്റെ മുന്നിൽ പൊട്ടിക്കരയും. ആ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കെ. ചേച്ചി, രാഹുലേട്ടൻ ഒരിക്കലും വിഷമിക്കരുത്. അതെനിക്ക് സഹിക്കില്ല. സത്യത്തിൽ നിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള അർഹത രാഹുലേട്ടനില്ല മോളെ. നീ കണ്ണീര് തുടച്ച് ധൈര്യമായിട്ടിരിക്കെ. നിനക്കൊപ്പം ഞാനുണ്ടാവും. നീ മിടുക്കായിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ദിവസം ഉണ്ടാവുള്ളൂ. എന്താ ഗംഗേ? ഗംഗ എന്താ ഇവിടെ തന്നെ നിക്കുന്നേ? അകത്തേക്ക് വാ, നമുക്ക് ഉറങ്ങാം. വേണ്ട മാളു, മോള് പോയി കിടന്നോ. ഞാൻ വന്ന ശരിയാവില്ല. അതെന്താ? എനിക്ക് ഉറക്കം വരുന്നു. ഗംഗ വന്നേനെ ഉറക്ക്. മോള് പോയി കിടന്നോ, ഞാൻ അപ്പുറത്തെ റൂമിൽ കിടന്നോളാം. ഈ ഗംഗയ്ക്ക് ഇതെന്താ പറ്റിയത്? മാളു, ഞാനിവിടെ കിടന്ന അത് ചിലപ്പോൾ മഹിയേട്ടന് ഇഷ്ടാവില്ല. അതുകൊണ്ടാ ഗംഗ പറയുന്നത് മോള് പോയി കിടന്നോ. ആരാ പറഞ്ഞത് അച്ഛന് ഇഷ്ടമല്ലെന്ന്? അച്ഛനും ഗംഗയോട് ഇഷ്ടം തന്നെയാ, അതെനിക്കറിയാലോ. പക്ഷെ മോളെ, മഹേട്ടനിപ്പോ എന്നോട് ദേഷ്യാന്ന് മോൾക്ക് അറിയാവുന്നല്ലേ. പിന്നെ എന്തിനാ വെറുതെ മഹേട്ടനെ ദേഷ്യം പിടിപ്പിക്കുന്നെ? ഒന്നാമതെ ഇപ്പൊ മഹേട്ടൻ മര്യാദയ്ക്ക് ആഹാരം കഴിക്കാറില്ല. ഇനി ഉറക്കം കൂടി ശരിയായില്ലെങ്കിൽ എന്തേലും അസുഖം വരും മോളെ. പിന്നെ ആരാ ഇതൊക്കെ പറഞ്ഞത്? ഗംഗ ഇവിടെ ഇല്ലെങ്കിലാണ് അച്ഛന് വിഷമാകുന്നത്. ഗംഗ വാ 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 ഗംഗ. വാ ഗംഗ, ഇവിടെ ഇരിക്ക്. ഗംഗയും കൂടി ഇവിടെ കിടന്നാലേ ഞാൻ ഉറങ്ങുള്ളൂ. മാളു കിടന്നേ. എന്നെ ഉറക്കുകയെങ്കേ. എന്തിനാ മാളു വാശി പിടിക്കുന്നേ? മാളു നല്ല കുട്ടിയല്ലേ, ഉറങ്ങിക്കോ. ഗംഗ എന്റെ കൂടെ കിടന്ന് എന്നെ തട്ടി ഉറക്കണം. മാളു ഉറങ്ങിക്കോ. എന്റെ ശ്രീ മഹേശ്വര, ഞാനിവിടെ കിടക്കുന്ന കണ്ട മഹേട്ടന് ദേഷ്യം വരുമോ? എന്നോടുള്ള ദേഷ്യത്തില് മഹേട്ടൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ മഹേട്ടനെ ഞാൻ ചതിച്ചിട്ടില്ല എന്ന് നീ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണേ. എനിക്ക് എന്റെ മഹേട്ടനും മാളും ഒത്ത് സമാധാനത്തോടുള്ളൊരു ജീവിതം തരണേ ഭഗവാനെ. കിടക്ക്.
ഹരിയേട്ടാ, ഞാൻ മാളു നിർബന്ധിച്ചുകൊണ്ട് ഇവിടെ കിടന്നതാ. വേണ്ട ഗംഗെ, എല്ലാത്തിനുമുള്ള നിന്റെ വിശദീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട.